ആഗോള അയ്യപ്പ സംഗമത്തെയും അതിനുശേഷം ജി സുകുമാരൻ നായർ നടത്തിയ പ്രസ്താവനയൊക്കെ നമുക്ക് വേറൊരു തരത്തിൽ വായിച്ചെടുക്കേണ്ടതില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റം എല്ലാവർക്കും ആശ്ചര്യമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഇങ്ങനെയൊരു നിലപാട് മാറ്റം അദ്ദേഹം നടത്തിയത് വ്യക്തമായ ആസൂത്രണത്തിൻ്റെ റിസൾട്ട് തന്നെയാണ്. കാരണം കെ പി ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ വലിയ ചർച്ചകളൊക്കെ നടന്നു എന്നുള്ള സംസാരം പൊതുവേ ഉണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് സുകുമാരൻ നായരുടെ ഈ ഒരു നിലപാട് മാറ്റം. കാരണം ആർക്കും ഇത് പെട്ടെന്ന് ദഹിക്കാൻ പറ്റില്ലെന്ന് മാത്രമാണ്. കാരണം 2018 എന്തായിരുന്നു സാഹചര്യം, അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ സർക്കാരിൻ്റെ നിലപാടിൽ എന്താണ് മാറ്റമുണ്ടായത്? അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം ഈ സർക്കാർ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതുകൊണ്ട് മാത്രം അവരുടെ നിലപാട് മാറിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? കാരണം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു മാറ്റവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകിയതാണ്. അതിൽ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം നൽകി. അത് ഇതുവരെ തിരുത്താനോ പുതിയതൊന്ന് കൊടുക്കാനോ പിണറായി സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൂടാതെ തന്നെ ഇപ്പോഴും പലർക്കുമെതിരെ, അതായത് NSSൻ്റെ പ്രവർത്തകർക്കെതിരെ തന്നെ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അത് പൂർണ്ണമായും പിൻവലിക്കാനും പിണറായി സർക്കാർ റെഡി ആയിട്ടില്ല, അല്ലെങ്കിൽ തയ്യാറായിട്ടില്ല. പിന്നെ ഏത് വിധേനയാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്? NSS ജനറൽ സെക്രട്ടറി പറയുകയാണ് ആചാര സംരക്ഷകർ നിലവിൽ ഇപ്പം CPM ആണ്, പിണറായി വിജയനാണ്, അല്ലെങ്കിൽ ഇടത് സർക്കാരാണ്, വിശ്വാസികൾക്കൊപ്പമാണ് ഇടത് സർക്കാർ എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഒരിക്കലും ദഹിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്.